ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാവരോടും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇന്ന് രാവിലെ തൊട്ടേ ഭയങ്കര ബിസി ആയിരുന്നു. അത് കഴിഞ്ഞൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയി. ഏകദേശം ഇപ്പോൾ എത്തി, കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്ക് തന്നെ ഈവനിങ്ങിൽ ഒരു 7 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ വീഡിയോസൊന്നും റെഡിയാക്കാനുള്ള സമയമൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്തെല്ലാം വിചാരിച്ചാലും എല്ലാ ദിവസങ്ങളും ഒരുപോലെ ഒന്നും ആവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളാണ് കയറി വന്നു പോവുക, അല്ലേ? എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളൊന്ന് വിചാരിക്കും, മറ്റൊരു കാര്യങ്ങളായിരിക്കും നടന്ന് പോകുന്നത്. അപ്പോൾ സാരില്ല, അതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകും. എന്ത് വന്നാലും നമ്മൾ മാനേജ് ചെയ്യുമല്ലോ. പിന്നെ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, എല്ലാം വരും എന്നുള്ളത് പറഞ്ഞ പോലെയാണ്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും, അങ്ങനെയൊക്കെയല്ലേ പറയാറുള്ളത്. പുറത്ത് പോയ കാരണം കൊണ്ടാണ് കേട്ടോ വൈകിയത്. പിന്നെ പോകുന്നതിന് മുന്നേ വേറെ ഒന്ന് റെഡിയാക്കി വെക്കേണ്ട ഒരു സമയം ഉണ്ടായില്ല. ഞങ്ങളൊരു 10 മണിക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എത്തിയത് ഇപ്പോൾ രാത്രി 7 മണിയായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് ഫുഡിൻ്റെ കാര്യമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. രാവിലെ പോയപ്പോൾ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈവനിങ്ങിലേക്കുള്ളത് ഒന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് മക്കളുണ്ടായിരുന്നു, അപ്പോൾ അവർക്കുള്ള ഫുഡ് മാത്രമാണ് ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്നും 2 നേരം ചോറ് ഉണ്ണാനൊന്നും പറ്റില്ല, കാരണം ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈവനിങ്ങിലേക്കൊക്കെ പലഹാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം, ചപ്പാത്തിയോ വേറെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ കഴിച്ചാൽ മതി. സമയം വളരെ ലേറ്റായിപ്പോയി. അതിനിടയ്ക്ക് പോകാൻ നേരത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തി. ആ കാര്യങ്ങളൊക്കെ റെഡിയായി. ഹോസ്പിറ്റൽ കേസായതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. നമ്മൾ പലതും മുൻകൂട്ടി പ്ലാൻ ചെയ്യും. ഒരാളുടെ ലൈഫിലും മുൻകൂട്ടി എന്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളൊരു സത്യം. വല്ലപ്പോഴൊക്കെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമ്മൾ പ്ലാൻ ചെയ്തത് അതുപോലെയൊക്കെ വല്ലപ്പോഴും, അല്ലാതെ ഒരു സമയത്തും നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങളും സക്സസ് ആവില്ല. അതോ കുറച്ച് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോഴേക്കും അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം കയറി വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊക്കെ നമുക്കത് സക്സസ് ആക്കാൻ കഴിയാതെ പോവുകയാണ് ചെയ്യുക. നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മുൻകൂട്ടി കുറേ ദിവസങ്ങൾ മാസങ്ങളൊക്കെ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും, നമുക്ക് ഇന്ന ടൈമിൽ പോകണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വരും, അല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖമെങ്കിലും വന്നിട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെയാണ് വരിക, അല്ലേ? ഇതൊക്കെ സാധാരണ മനുഷ്യൻ്റെ ലൈഫിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ എന്ത് തന്നെ വന്നാലും നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ടും അല്ലെങ്കിൽ എങ്ങനെയായാലും നമ്മളതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. അതൊന്നും ഇപ്പം നമുക്കൊരു പ്രശ്നമോ വിഷയമോ അങ്ങനെയൊന്നും ആവില്ല. അതന്നെയല്ലേ ലൈഫ്. നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നു, അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. ഇന്നിപ്പോൾ എൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ പലതും പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് പലതും ഇന്നത്തെ ദിവസം വന്നു പോയത്. പക്ഷെ അതും എല്ലാം അതിൻ്റെ വഴിക്ക് നടന്നു. ഞാനിതാ എൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറച്ച് മാറ്റി വെച്ച കാര്യങ്ങൾ. ഞാൻ വീഡിയോ ഇടുന്നതും വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊന്നും എന്താണെന്ന് വിചാരിച്ചിട്ട് ഇന്നെന്താ വീഡിയോ വരാത്തത് അല്ലെങ്കിൽ എന്താ ഇടാത്തത് എന്നൊക്കെ അവരൊന്നും വിഷമിപ്പിക്കേണ്ട. ഒരു ഗുഡ് നൈറ്റെങ്കിലും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാവും, അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങൾ കഴിച്ചിട്ടില്ല, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇനി കഴിച്ചാൽ മതി. മക്കളൊക്കെ കഴിച്ചു കേട്ടോ. സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഫുഡൊക്കെ കഴിച്ചു. ഞാനും ഉണ്ണേട്ടനും കഴിക്കാനുണ്ട്. ഉണ്ണേട്ടൻ കുളിക്കാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ കുളിച്ച് വന്നാൽ ഞങ്ങൾ ഫുഡ് കഴിക്കും. ഞാനും ഒന്ന് കുളിച്ചാൽ ഫുഡ് കഴിക്കും. ഓരോ ദിവസവും നമ്മളെ ഓരോരോ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോരോ പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് വേണം പറയാൻ. ജീവിതമാകുമ്പോൾ അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി ഒന്നുമല്ല നമ്മുടെ ലൈഫിൽ വരിക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഓരോ ദിവസവും സമ്മാനിച്ചു കൊണ്ടാണ് കടന്നു പോവുക, അല്ലേ? ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും ഓരോ ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
എന്ത് വന്നാലും അതെല്ലാം സഹിക്കാനും അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. നമ്മൾ അങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നാണ് ജീവിക്കാനുള്ളൊരു കരുത്ത് ആർജിക്കും വേണ്ടത്. നമ്മളതിൽ തളർന്നു പോവേ അല്ലെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലൈഫിൽ എപ്പോഴും എന്ത് വന്നാലും അത് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങനെ നേരിടും എന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ വലിയൊരു ടെൻഷൻ ഇല്ലാതെ ഓരോ ദിവസവും കടന്നു പോയിക്കോളും. എല്ലാവർക്കും അതെ, നല്ലത് കുറച്ചും ടെൻഷൻ തരുന്ന കാര്യങ്ങളായിരിക്കും ഓരോ ദിവസവും കൂടുതലും ഉണ്ടാവുക. നമ്മൾ അല്പസമയം സന്തോഷിച്ചാൽ അതിൻ്റെ ഇരട്ടി സമയം ദുഃഖിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ വന്നു പോണത് അല്ലേ. എല്ലാവരുടെ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മനസ്സിന് അല്പം സ്വസ്ഥത, സമാധാനം ഇതൊക്കെ ഉണ്ടാവും എന്ന് മാത്രം. പരമാവധി എന്താണെന്നറിയാം, കിട്ടുന്ന നല്ല അവസരങ്ങളൊക്കെ നമ്മൾ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണെങ്കിൽ അതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ സന്തോഷിക്കുക. നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാതെ അല്ലെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയാതിരുന്നാൽ പിന്നെ നമ്മൾ വരുന്ന വലിയൊരു ദുഃഖമായിരിക്കും. അതിലേക്ക് ഒന്നടങ്കം ആണ്ട് പോകുന്ന ഒരു അവസ്ഥയല്ലേ വരിക. അപ്പം നമ്മൾ ജീവിതത്തിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൊക്കെ നമ്മൾ പരമാവധി സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെറുതായിക്കോട്ടെ, അതൊക്കെയും നമ്മളൊരു വലുതാക്കിയിട്ട് നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ സന്തോഷിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ലൈഫിലൊരു സ്വസ്ഥത വരും, ഒരു സമാധാനം വരും, നമുക്ക് തന്നെ ഒരു മാനസികമായിട്ടൊരു ഉല്ലാസം തോന്നും. ചെറിയ കാര്യമാണെന്ന് വെച്ചിട്ട് ഒന്നിനും വിട്ട് കളയണ്ട. നമ്മുടെ ലൈഫിൽ ആ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വലിയ കാര്യങ്ങളായിട്ട് പരിണമിക്കുക. ജീവിതത്തിൽ വരുന്ന മോശം കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഒഴിഞ്ഞ ഒരു സമയവും ഉണ്ടാവില്ല. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളുമാണ്. നമുക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെക്കുറിച്ച് നമ്മൾ ബോധേടാവില്ല. നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങൾ നമുക്ക് എപ്പോഴും വലുതായിട്ടാണ് ഫീൽ ചെയ്യുക. അതുമാത്രമാണ് നമ്മുടെ മനസ്സിൽ കുറേ സമയത്തേക്ക് തങ്ങി നിൽക്കുന്നതും ഉണ്ടാവുക. സന്തോഷമുള്ള കാര്യങ്ങളെക്കാളും നമുക്ക് സങ്കടം തരുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുക. അല്ലെങ്കിൽ നമ്മളെ ചിന്തയിൽ പോലും അതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും ആലോചിച്ച് നമ്മൾ ഒരുപാട് വെറിയിടാവേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം വരും. അതിനൊരു പരിഹാരം നമ്മൾ തന്നെ കാണും. അതിനെ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ രീതിക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? വരാനുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കില്ല. പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? പക്ഷെ ടെൻഷൻ അടിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നെഗറ്റീവ് തോട്ടാണത് ടെൻഷൻ എന്നുള്ളത്. പക്ഷെ അത്തരം ചിന്തകളില്ലാതിരുന്ന മനുഷ്യനല്ലല്ലോ അല്ലേ. അപ്പോൾ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ പരമാവധി സന്തോഷിക്കാൻ ശ്രമിക്കുക. ദുഃഖങ്ങളെയും സങ്കടങ്ങളെയൊക്കെ കുറച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. സങ്കടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ ഈ സന്തോഷം വരുന്നത് നമ്മൾ കാണില്ല. അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളായിക്കോട്ടെ, അത് നമ്മുടെ വലിയൊരു സന്തോഷമാക്കി നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം കൂടി ഉള്ള ഒരു സംഭവമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെ ചില ആൾക്കാർക്കാണ് കേട്ടോ അത്രയും ചിന്താഗതിയൊക്കെ ഉണ്ടാവുള്ളൂ. ചില കാര്യങ്ങൾ ചിലർ എന്തെന്നെ വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ ആ ഒരു മെൻറ്റാലിറ്റി ഉറപ്പിച്ച് വെച്ചതായിരിക്കും. അവരതിലൂടെ മുന്നോട്ട് പോകും. അവർക്ക് സന്തോഷം വന്നു വെച്ചിട്ട് ഒരു പ്രശ്നമില്ല, സങ്കടമായാലും ഒരു പ്രശ്നമില്ല, എന്ത് വന്നാലും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റ് ഭൂരിഭാഗം ആൾക്കാരെന്താണ്, സന്തോഷത്തെ വിലയിരുത്തി കാണില്ല, സങ്കടങ്ങൾ കൂടുതൽ മൂല്യത്തോടു കൂടി കാണും. മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഏറ്റവും കൂടുതൽ അവർ ചേർത്ത് പിടിക്കുക. അങ്ങനെ ചെയ്യരുത്. സന്തോഷത്തെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക, സങ്കടങ്ങളെ അകലത്താക്കുക. എന്തൊക്കെ സങ്കടങ്ങളായിക്കോട്ടെ അതൊക്കെ മാറ്റി വയ്ക്കുക. ഇതൊക്കെ നമ്മുടെ മെൻ്റലി ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ ടെൻഷനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന എന്താണ്, ഉള്ള ഹെൽത്തും കൂടി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. ടെൻഷൻ കൊണ്ട് എന്തെല്ലാം അസുഖമാണ് മനുഷ്യന് വരുന്നത്. ഒന്നും രണ്ടും അല്ല, പലതരത്തിലുള്ള അസുഖങ്ങളാണ് മനുഷ്യനെ ഈ ടെൻഷൻ കീഴ്പ്പെടുത്തുന്നത്. ടെൻഷൻ കൊണ്ടെന്ന് പറയുന്നത് നമുക്ക് വിശപ്പുണ്ടാവില്ല. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് വിശപ്പ് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. ഉറക്കം പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. നമുക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല, ഒരു ഉണർവ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അത് ഇല്ലാതെയൊക്കെയാണ് ചെയ്യുക. പക്ഷെ ആ സ്ഥാനത്ത് ഒരു സന്തോഷമുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിച്ച് നോക്കി നോക്കും, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇല്ലാത്ത കഴിവുകളും കൂടി നമുക്ക് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പം നമ്മുടെ മനസ്സ് അത്രയും ആ ഒരു പോസിറ്റീവിനെ അല്ലെങ്കിൽ ആ ഒരു നല്ലതിനെ കുറിച്ച് മാത്രമാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പം നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങളാവും പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും
ഗുഡ് നൈറ്റ്. എല്ലാവരും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട്, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എല്ലാവർക്കും ശുഭരാത്രി.